ഹലോ, എങ്ങനെയുണ്ട് വേനൽക്കാലം? നല്ല ചൂടല്ലേ? ഒരു കാര്യം ചെയ്താലോ, നമുക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് ആയാലോ? അതും പച്ചമാങ്ങ ജ്യൂസ്. ഈ പച്ചമാങ്ങ ജ്യൂസ് നിങ്ങൾ ഇതുവരെ കുടിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഹായ്, ഞാൻ ദിശ. നിങ്ങളെല്ലാവർക്കും പ്ലാറ്റേഴ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ നമുക്കൊരു 1/2 കിലോയുടെ അടുത്ത് പച്ചമാങ്ങ എടുക്കാം. നന്നായി കഴുകിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് നമുക്കതിനെ റഫായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. എന്നിട്ട് അതിനെ കുക്കറിലിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മാങ്ങ മുങ്ങി കിടക്കാൻ പാകത്തിന് ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്കിതിനൊരു 3 വിസിൽ കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നോക്കിയേ, നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാവും മാങ്ങയുടെ. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരയ്ക്കാൻ നേരത്ത് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ പൾപ്പ് തന്നെ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഈ കറുത്ത ഉപ്പുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനെ ബ്ലാക്ക് സോൾട്ട് എന്ന് പറയും. നല്ല ടേസ്റ്റാണ്. അതില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ വേണ്ടതിന് റോസ്റ്റ് ചെയ്ത ജീരകപ്പൊടി. ഇതെല്ലാം ചേർത്താൽ നമ്മളെ ജ്യൂസിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉണ്ടാവും കേട്ടോ. കുടിച്ചാൽ കുടിച്ചെന്ന് തോന്നണ്ടേ? ഈ ചൂടുകാലത്ത് ഇത് കുടിച്ചാൽ നല്ലൊരു ഉന്മേഷം കിട്ടും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരച്ചെടുക്കാം. അയ്യോ, നമ്മൾ പഞ്ചസാര ഇടാൻ മറന്നുപോയോ? ഇല്ല കേട്ടോ. ഇപ്പം ഇതൊന്ന് അരച്ച് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒട്ടും ലംസ് ഇല്ലാണ്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിന് നമ്മൾ ഷുഗർ സിറപ്പ്. നമ്മൾ മാങ്ങ എടുത്തില്ലേ, ആ സെയിം അളവിൽ തന്നെ നമുക്ക് പഞ്ചസാര എടുക്കണം. അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് നമുക്ക് അതിലേക്ക് 1/2 കിലോയുടെ അടുത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ വേവിച്ച് അരച്ച് വെച്ച് മാങ്ങയുടെ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ പ്രോസസ്സ് എന്തിനാണ് ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ പച്ചമാങ്ങയുടെ സിറപ്പാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മൾ ഈ കടയിൽ നിന്ന് സ്ക്വാഷൊക്കെ കിട്ടില്ലേ, അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ ഈ വേനൽക്കാലം മുഴുവനും ഇതിൽ നിന്ന് കുറച്ചായി എടുത്ത് നമുക്ക് കുടിക്കാൻ പറ്റും. അപ്പം ഉണ്ടാക്കി കുടിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സിറപ്പായിട്ട് ഉണ്ടാക്കി വെച്ച് സ്റ്റോർ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് എങ്ങനെ പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് ഞാൻ ഈ വീഡിയോ തന്നെ കാണിച്ചു തരാം കേട്ടോ. കണ്ടോളൂ. ഇപ്പോൾ ഈ പൾപ്പിൻ്റെ കളർ കുറച്ച് ഡള്ളല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ പച്ചമാങ്ങയുടെ നല്ല പച്ച കളർ വേണമെങ്കിൽ നമുക്ക് കുറച്ച് എഡിബിൾ ആയിട്ടുള്ള ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഒരു തുള്ളി ചേർത്താൽ മതി. ഈ കടയിൽ നിന്ന് കിട്ടുന്ന സ്ക്വാഷും ജ്യൂസിലൊക്കെ മാങ്ങയെക്കാളും കൂടുതൽ ചിലപ്പോൾ കളറായിരിക്കും. ഇപ്പോൾ നോക്കിയാൽ നല്ല ഭംഗിയുള്ളൊരു കളർ കിട്ടിയില്ലേ? പിള്ളേർക്ക് ഇത് കണ്ടാൽ കുടിക്കാൻ തോന്നും. ഇനി നമുക്കിതിനെ കുറച്ച് നേരം ഇട്ടിങ്ങനെ ഇളക്കേണ്ടി വരും. നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോണ്ടല്ലോ ഒരു ഒട്ടൽ തോന്നും, ഒരു സ്റ്റിക്കിനെസ് ഉണ്ടാവും. ആ ഒരു സ്റ്റേജ് വരെ നമുക്കിങ്ങനെ കുക്ക് ചെയ്തെടുക്കണം. അതിന് മുമ്പ് നോക്കിയേ, ഇതിന് മുകളിൽ ഇങ്ങനെ പത വന്ന് കിടക്കും. അത് നമുക്ക് എടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഈ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കിയേ, ഒരു ഒട്ടൽ തോന്നുന്നില്ലേ? നമ്മളിതിന് തൊട്ട് നോക്കുമ്പോൾ നമ്മൾ വിരലിൻ്റെ ഇടയ്ക്ക് ഒരു ഒട്ടൽ ഉണ്ടാവണം. ഇതിൻ്റെ പെർഫെക്റ്റ് സ്റ്റേജ്. അപ്പോൾ ഈ പരുവായി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ല കട്ടിയായി വരും. പിന്നെ ഇതിലിട്ടിരിക്കുന്ന മസാലയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ സിറപ്പിനൊന്ന് അരിച്ചെടുക്കണം. എന്താണെന്നറിയോ? നമ്മൾ ഇതിൽ കുറേ മസാലപ്പൊടികൾ ഇട്ടിട്ടില്ലേ? അപ്പോൾ അത് അരിച്ചില്ലെങ്കിൽ ഇതിൻ്റെ കുറേ തരികൾ കാണും. അപ്പോൾ നമ്മൾ ജ്യൂസ് കുടിക്കാൻ നേരത്ത് അത് നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. അപ്പോൾ ഇത് അരിക്കുകയാണ് നല്ലത്. ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ കുറേ തരികൾ കിട്ടും. ഇത് നമ്മൾ ജ്യൂസിൽ കിടന്നാൽ നമ്മൾ ജ്യൂസ് ക്ലിയർ ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ് നല്ലത്. ഇപ്പം നമുക്ക് ഇത്ര സിറപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിന് ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ 3-4 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി നമുക്ക് ഈ ജ്യൂസ് ഒന്ന് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്താലോ? അപ്പോൾ അതിന് വേണ്ടി ഈ ഗ്ലാസിൻ്റെ റിമ്മിൽ നമുക്കൊന്ന് നാരങ്ങാനീര് പുരട്ടി കൊടുക്കാം. എന്നിട്ടൊരു പ്ലേറ്റിൽ പഞ്ചസാര എടുത്തിട്ട് നമുക്ക് ഈ ഗ്ലാസ്സിന് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കമത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ആ നാരങ്ങാനീരുമ്പോൾ നമ്മൾ ഈ പഞ്ചസാര ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. ഇത് നോക്കിയേ, ഇതുപോലെ നല്ല ഭംഗിയില്ലേ കാണാൻ? നല്ല ക്രിസ്റ്റൽസ് പോലെ ഇരിക്കും, തിളങ്ങണ ക്രിസ്റ്റൽസ് പോലെ ഗ്ലാസിൻ്റെ മുകളിൽ. എന്നിട്ട് നമുക്കിതിലേക്ക് ഐസ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളുടെ സിറപ്പ് ഒരു 3-4 ടേബിൾ സ്പൂൺ സിറപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിൽ ചേർത്ത മസാലയും ഉപ്പും പഞ്ചസാരയും ഒക്കെ നമ്മളെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല തണുത്ത സോഡ വെള്ളമോ അല്ലെങ്കിൽ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള വെള്ളമായാലും ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പച്ചമാങ്ങയുടെ സിറപ്പ് താഴെ തന്നെ കിടക്കും. ഇത് നല്ല തണുപ്പിച്ച് തന്നെ കുടിക്കണം കേട്ടോ. അതാണ് ഒരു റിഫ്രഷിങ് ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലേക്ക് നമുക്കൊരു നാരങ്ങയും കുറച്ച് പുതിനയിലൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ റെഡി. ഈ വേനൽക്കാലം മുഴുവനും നിങ്ങൾക്ക് എപ്പോൾ തോന്നുന്നു അപ്പം ഇതുണ്ടാക്കി കുടിക്കാം. ഈ സിറപ്പ് നമുക്കൊരു 8-9 മാസം വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ റെസിപ്പി? സൂപ്പർ അല്ലേ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പച്ചമാങ്ങ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു മാങ്ങ മതി 2 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാൻ. പിന്നെ വേണ്ടത് കുറച്ച് പുതിനയിലയും നാരങ്ങയും പിന്നെ കുറച്ച് മസാലപ്പൊടികളും. അപ്പോൾ ഈ മാങ്ങേനെ നമുക്ക് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പുതിനയില, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി,
കുറച്ച് ബ്ലാക്ക് സോൾട്ട് ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. പിന്നെ നമ്മളുടെ നോർമലായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മസാലകളും പഞ്ചസാരയും ഉപ്പൊക്കെ കുറച്ച് കൂടുതൽ ചേർത്തോളൂ കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളിത് വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ജ്യൂസ് ആക്കാൻ പോണത്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുക. കുറച്ച് കൂടുതൽ സമയം എടുക്കും കേട്ടോ അരയ്ക്കാൻ. എന്ന് വെച്ചാൽ പച്ചമാങ്ങ നമ്മൾ വേവിക്കാണ്ടല്ല ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട്. ഇനി ഈ പൾപ്പിനൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ അതെ ഇത്ര തരി കിട്ടിയിട്ടുണ്ട് നമ്മളെ മസാലയുടെ. ഇത് നമുക്ക് നമ്മുടെ ജ്യൂസിൽ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ സിറപ്പ് കിട്ടിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തുള്ളി കളറും ചേർക്കാം കേട്ടോ. ഞാൻ അപ്പോൾ ഇത് ചേർക്കണില്ല. ഇനി ഇത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഗ്ലാസ്സിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഹോട്ടലിലും റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയിലല്ലേ നമ്മൾ ജ്യൂസിൻ്റെ ഗ്ലാസ്സൊക്കെ തരാം അവർ. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഡിസൈനർ ഗ്ലാസ് ഇവിടെ റെഡി. പിന്നെ ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ സിറപ്പിൽ നിന്ന് പകുതി എടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ബാക്കി പകുതി നമുക്ക് രണ്ടാമത്തെ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സിറപ്പ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഉടനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ സിറപ്പ് കുറച്ച് സ്ട്രോങ് ആയിരിക്കണം. കുറച്ച് മസാലയും പഞ്ചസാരയും ഉപ്പൊക്കെ കുറച്ച് കൂടുതൽ വേണം. എന്നുവെച്ചാൽ നമ്മളിതിൽ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യല്ലേ, അപ്പോൾ നമ്മൾ ടേസ്റ്റ് കുറയും ജ്യൂസിൻ്റെ. അപ്പോൾ സിറപ്പ് ഉണ്ടാക്കിയ ഉടനെ തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളമോ അല്ലെങ്കിൽ സോഡയോ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ഗ്ലാസ്സിൽ ഞാൻ നല്ല തണുത്ത പ്ലെയിൻ ആയിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അടുത്ത ഗ്ലാസ്സിൽ നമുക്ക് നല്ല തണുത്ത സോഡ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് ഇത് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ, അല്ലെങ്കിൽ സിറപ്പ് താഴെ തന്നെ സെറ്റിലായി കിടക്കും. ഇത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് കേട്ടോ. ഇതിന് നോർത്തിലൊക്കെ ആംപന്ന എന്നാണ് പറയണത്. അവിടെ ചൂടൊക്കെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ചൂടല്ലേ. അപ്പോൾ അതുകൊണ്ട് അവർ ഈ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അവർ 8-9 മാസം സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ചൂടുകാലം മൊത്തം കുടിക്കാമല്ലോ, അതിന് വേണ്ടി. ഇത് നല്ല റിഫ്രഷിങ്ങും ടേസ്റ്റും ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ. നമ്മളുടെ വയറിനും ഡൈജഷനും ഒക്കെ പറ്റിയ ഒരു റെസിപ്പിന്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാം. അപ്പോൾ ഇതുപോലത്തെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ് കാണാൻ വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഓളാക്കി വെക്കാം. അപ്പോൾ ഇനി വീണ്ടും ഒരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. ടാറ്റാ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.